നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആരൊക്കെയാണ് ഈ ആഴ്ച പുറത്തു പോവുക എന്നുള്ള കാര്യത്തിൽ തീരുമാനമായി. ഇന്ന് വെള്ളിയാഴ്ച. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി 12 മണി വരെയാണ് വോട്ടിംഗ് ഉള്ളത്. അപ്പം നമ്മൾ വ്യാഴാഴ്ച 12 മണി വരെയുള്ള വോട്ടിങ്ങിൻ്റെ വിവരമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ പുറത്ത് പോകുന്ന ആൾക്കാരെ കുറിച്ച് നമുക്കൊരു രേഖാചിത്രം കിട്ടി. പുറത്ത് പോണവർ ഇന്നവരാണെന്നുള്ളത് മനസ്സിലായി. നാളെ മോഹൻലാൽ വരുമ്പോൾ ശനിയാഴ്ച ഒരാൾ പറഞ്ഞയക്കുകയോ ഞായറാഴ്ച വേറൊരാൾ പറഞ്ഞയക്കുകയോ എന്നൊന്നും നമുക്കറിയില്ല. അതൊക്കെ ബിഗ് ബോസിൻ്റെ കയ്യിലിരിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ 2 പേര് പുറത്ത് പോണ ആൾക്കാരെ പേര് ഇപ്പോൾ നമുക്ക് കൺഫേം ആയി. ഇവർ 2 പേരിൽ ഒരാളാഴ്ചയിൽ ഒരാൾ പോവും, 2 ആഴ്ച ഇവർ 2 ആളും പോവും. ആ കാര്യത്തിൽ തീരുമാനമായി. എന്തായാലും നമുക്ക് ഇവരൊക്കെ ഏതൊക്കെ സ്ഥാനത്ത് നിൽക്കുക എന്നുള്ളത് നമുക്കൊന്നും അറിയണ്ടേ. അനുമോള് ബഹുദൂരം മുന്നിലാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുമോളെ ഒരുപാട് ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്. അനുമോളെ സേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനുമോള് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോവരുതെന്ന് ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. അതിനനുസരിച്ച് കണ്ടൻറ്റും ബെതറുന്നുണ്ട് അനുമോള്. എന്തൊക്കെയുണ്ടെങ്കിലും ചൂനിയാമുളകിൻ്റെ അത്ര ഉള്ളെങ്കിലും ചൂനിയാമുളകിൻ്റെ പോലെ നല്ല എരിവുള്ളതാണ്. ഏതിൻ്റെ ഉള്ളിലും കയറി അലമ്പുണ്ടാക്കാനും ആൾക്കാരെ മുഖത്തോക്കി വർത്തമാനം പറയാനും ആൾക്കാരെ നാണം കെടുത്താനും ഒക്കെ മിടുക്കീന്. അതാണല്ലോ നമ്മുടെ രേണുവിനെ പറ്റി പറഞ്ഞത്. രേണുവിൻ്റെ അടുത്തോടെ നടക്കാൻ പറ്റില്ല, മുഴുവൻ പേനാണ്, അതുപോലെ തന്നെ ബിഗാണ്. അതുകൊണ്ടൊക്കെയാണ് കേട്ടോ അന്ന് ഇന്നലെ കളി നടന്നപ്പോൾ ഈ രേണു അവിടെ ഒതുങ്ങി നിന്നത്. അവരെ കൂടെ ഞാൻ കയറി കളിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പപ്പടം പൊട്ടിക്കുന്ന പോലെ പൊട്ടിച്ചാനേ. അതിനേക്കാൾ ഉപരി ഇതിൻ്റെ ടോപ്പ് വലിച്ചു കൊണ്ടുപോകും. പിന്നെ അത് മൊട്ടത്തലിയായിട്ട് അവിടെ നിൽക്കേണ്ട വന്നത്. അതുകൊണ്ടൊക്കെയാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ രേണുവിന് വേറെ കാര്യം ചെയ്യാറുന്നു. രേണു ഈ കൊടി കുത്താറങ്ങിയിട്ട് എല്ലാവരും തലയിലേക്ക് പേൻ മരുന്ന് വെച്ചിട്ട് എല്ലാവരും ഓടിപ്പോയേനെ. അത് രേണുവിന് മനസ്സിലായില്ല തോന്നുന്നുണ്ട്. അപ്പോൾ രേണുവിനെ പോലെയുള്ള ആൾക്കാരെ ശരിക്ക് കളിയാക്കാനും ശരിക്ക് മർമ്മത്ത് കൊത്താനും എല്ലാ കാര്യങ്ങൾക്കും നല്ലൊരു വിഷപ്പാമ്പ് തന്നെയാണ് അനു. അങ്ങനെ വേണം. ഗെയിം കളിക്കുമ്പോൾ അങ്ങനെയാണല്ലോ വേണ്ടത്. അല്ലാണ്ട് ഇപ്പോൾ എല്ലാവരും മച്ചമ്പിയായി കാണാനും അവിടെ സൗഹൃദങ്ങൾ ഉണ്ടാക്കാനല്ലല്ലോ എല്ലാവരും പോണത്. കൂട്ടുകാരൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയാലും ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ ഒരു സൗഹൃദത്തിൻ്റെ ആവശ്യമില്ല. സൗഹൃദം സ്ഥാപിക്കാനല്ല ബിഗ് ബോസ് നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ ദിവസം 10,000 രൂപ 25,000 രൂപ തന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൊണ്ടിട്ടോക്കണത്. കളിക്കാനാണ്. നമ്മളൊക്കെ കാണുന്നത് നിങ്ങളുടെ കളീന്. അല്ലാണ്ട് നിങ്ങളെ അവിടെ തിന്നും കുടിച്ചും രേണു നടക്കുന്ന പോലെ നടക്കുന്ന കാണാനല്ല നമുക്ക് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് പമ്പിച്ച ഭൂരിപക്ഷത്തിൽ നമ്മുടെ നമ്മുടെ അനുമോള് 25,000 വോട്ടിൽ മേലെ കിട്ടിക്കൊണ്ട് 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് 21,300 വോട്ടും കൊണ്ട് ഷാനവാസ് നിൽക്കുന്നുണ്ട്. എന്തായാലും ഷാനവാസിന് അനുമോളുടെ അടുത്തേക്ക് എത്താൻ പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. 1ാം സ്ഥാനത്തേക്ക് കയറില്ല വോട്ടിങ്ങിൻ്റെ കാര്യത്തിൽ. അതുപോലെ തന്നെ 3ാം സ്ഥാനത്തേക്ക് കയറി വന്നിരിക്കുന്നത് അഫ്കർ ഖാൻ വലിയ തിക്കും തിരക്കും പകർത്തേണ്ട ആളാണ്. പക്ഷെ അത് അഫ്കർ ഖാനെ പുറത്തുള്ള ആൾക്കാർ ഇഷ്ടപ്പെടുന്നു. പുറത്തു പോകാൻ പാടില്ല. അഫ്കർ ഖാനെ എല്ലാവരും സേവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം അവിടെ ഇരിക്കട്ടെ. പോരാത്തതിന് ഇപ്പോൾ ഒരു പുതിയ പേരും കൂടി കിട്ടിയിട്ടുണ്ട്, കോഴി. അപ്പോൾ അതുകൊണ്ട് ആ കോഴിക്കൂട്ടം അവിടെ ഇരുന്നോട്ടെ. എന്താണെന്ന് അറിയില്ല. ഈ എല്ലാവരും കൂടിയിട്ട് അഫ്കർ ഖാൻ്റെ തലയിൽ ഇങ്ങനെ ഒരു കീടം വെച്ച് കൊടുത്താൽ അങ്ങേര് വളരെ പാവം മനുഷ്യനാണ്. അങ്ങേര് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അങ്ങനെ നോക്കാറുമില്ല. അങ്ങേരെ ഗെയിമും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. എന്തായാലും അപവാദങ്ങൾ കുറേ കേൾക്കാനായിട്ട് വിധിക്കപ്പെട്ടവനാണ് ചിലവർ. അത് അയാളുടെ നാളിൻ്റെ ആയിരിക്കാം, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റെന ഫാത്തിമ കയറി വന്നിരിക്കുക. വളരെ പിന്നിലായിരുന്നു. 17,100 വോട്ടായിട്ട് റെന ഫാത്തിമ നിൽക്കുന്നുണ്ട്. അതിൻ്റെ താഴെ അപ്പാനി എന്നും ചതഞ്ഞ് കിടക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരാൾക്കും ഇഷ്ടമില്ല. എന്നാലും ഒരു 16,000 വോട്ട് 16,200 വോട്ട് ചെയ്തിട്ട് വേറെ കിടക്കണം. ശൈത്യ സന്തോഷ് കഴിഞ്ഞ പ്രാവശ്യം പോകാത്തതിൽ ഒരുപാട് വിഷമമുണ്ട്. പക്ഷേ ഇപ്രാവശ്യം കുറച്ച് മെച്ചപ്പെടുത്തിക്കൊണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ മെച്ചപ്പെടുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14,800 വോട്ടായിട്ട് മൂപ്പര് ഒപ്പം നിൽക്കുന്നുണ്ട്. പിന്നെ 7ാം സ്ഥാനത്ത് ഒനീർ സാബു എന്തൊക്കെ തികന്നാർക്കും ബഹളം കൂട്ടിയാലും ജനങ്ങൾക്ക് ഇഷ്ടമല്ല. പുറത്ത് പൊക്കോട്ടെ എന്നുള്ളൊരു ആഗ്രഹം ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് വെറും 13,100 വോട്ടായിട്ട് മൂപ്പര് 7ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ 8ാം സ്ഥാനത്ത് നിൽക്കുന്നത് ശാരിക. അപ്പോൾ പത്രപ്രവർത്തകയെ അതുപോലെ തന്നെ ഈ സെലിബ്രിറ്റിയുടെ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുന്ന ഒരാളെ ഇതിൻ്റെ ഉള്ളിൽ ആവശ്യമില്ല. വായ തുറക്കില്ല, ഒന്നും സംസാരിക്കില്ല, ടാസ്ക് കളിക്കാൻ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരാളെ കാശും കൊടുത്ത് ബിഗ് ബോസിൻ്റെ ഉള്ളിൽ നിർത്തേണ്ട കാര്യം ബിഗ് ബോസിനും ഇല്ല, പ്രേക്ഷകർക്കും ഇല്ല. അപ്പോൾ അതുകൊണ്ട് പ്രേക്ഷകർ വളരെ മോശം വോട്ട് കൊടുത്തിട്ടുണ്ട്. 12,200 വോട്ട് കൊടുത്തിട്ടാണ് ശാരികനെ അവിടെ നിർത്തി വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പുറത്ത് പോണ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ പുറത്ത് പോണ ഒരു മത്സരാർത്ഥി ശാരിക ആയിരിക്കാൻ സാധ്യത കൂടുതലാണ്. അതിൻ്റെ താഴെ ആളുണ്ട്, സരികയുണ്ട്. സരിക 12,900 വോട്ടുള്ള വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ 12,900 12,200 തമ്മിലുള്ള വ്യത്യാസം. അതിലിവർ 2 പേരിലും ചിലപ്പോൾ 2 പേരും പുറത്തു പോയിരിക്കാം. ഇനിയിപ്പോൾ ഒരു ദിവസം വോട്ടിങ്ങിനുള്ളോ ആ വോട്ടിങ് എത്ര തന്നെ കയറി മറിഞ്ഞു കഴിഞ്ഞാലും ശാരികയോ സരികയോ 2 പേരും പുറത്തു പോകാനായിട്ട് സാധ്യതയുണ്ട്.
അല്ലാണ്ട് വേറൊന്നും കാണാനില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിനി അടുത്ത് ഇന്നത്തെ വോട്ടിൻ്റെ വിശേഷങ്ങളുമായിട്ട് നാളെ മോഹൻലാൽ വരുന്നതിന് മുമ്പ് നമുക്ക് വരാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. വോട്ട് ചെയ്യുന്നവരൊക്കെ നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാറിൽ കയറിയിട്ട് അവരെല്ലാവരും വോട്ട് ചെയ്യുക. അത് നമുക്കൊരു നമ്മുടെ ഈ ബിഗ് ബോസ് ഷോയ്ക്ക് അതൊരു ത്രില്ലിങ്ങാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് ഷോ വളരെ മോശമാണെന്നും ബിഗ് ബോസ് ഷോ അവിടെ നിർത്തണമെന്നും ബിഗ് ബോസ് ഷോ കുടുംബങ്ങളെ നശിപ്പിക്കുമെന്നും കുട്ടികൾ കാണാൻ പാടില്ല എന്നും ഇതിലൊരു മെസ്സേജും കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ അവസരവാദികൾ ഇറങ്ങിയിട്ടുണ്ട്. അവരോടൊക്കെ പോയി പണി വെക്കാൻ പറയും. നമുക്കിത് കൊല്ലത്തിൽ കിട്ടുന്ന ഒരു തൃശ്ശൂർ പൂരമാണ്. അത് വേണ്ടാന്ന് നിൽക്കാൻ പറയാനായിട്ട് ഇവരൊക്കെ ആരാ? ഇവർക്കൊന്നും ഇഷ്ടമില്ലെങ്കിൽ ഇവരൊന്നും കാണാന്നേ. എത്ര കുടുംബങ്ങൾ കാണുന്നത്, എത്ര കുട്ടികൾ കാണുന്നത്. ഇതിലൊരു ഇത് കണ്ടിട്ടൊന്നും കുട്ടികൾ നശിച്ചു പോകുന്നില്ല. കുട്ടികളൊക്കെ നശിച്ചു പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും അധികം നിങ്ങൾ മൊബൈൽ ഫോൺ കുട്ടികളുടെ കയ്യിൽ കൊടുക്കാണ്ടിരിക്കുക. കുട്ടികൾ നശിക്കില്ല. ഫോണായിട്ട് അടുപ്പിക്കരുത് പിള്ളേരെ. അതുപോലെ ഇൻ്റർനെറ്റായിട്ട് ആ വീട്ടിൽ സ്പെഷ്യലായിട്ട് ഇൻ്റർനെറ്റ് വെച്ച് കൊടുക്കാണ്ടിരിക്കുക. അപ്പോഴേക്കിന് കുട്ടികൾ നശിക്കുക. അല്ലാണ്ട് ബിഗ് ബോസ് കണ്ടിട്ട് ഒരു കുട്ടികൾ നശിക്കില്ല, ഒരാൾ ചീത്തയാവില്ല. സമൂഹത്തിൽ അതിനേക്കാളും ഇതൊക്കെ നമ്മളൊരു എൻ്റർടൈൻമെൻറ്റാണ്. നമ്മൾ സിനിമ കാണുന്നത് എന്തിനാ? ഒരു എൻ്റർടൈൻമെൻറ്റ്. അതുപോലെ തന്നെ ഈ 1 മണിക്കൂർ 1.5 മണിക്കൂർ നമ്മൾ ബിഗ് ബോസ് കാണുന്ന ഒരു എൻ്റർടൈൻമെൻറ്റാണ്. ആ എൻ്റർടൈൻമെൻറ്റ് ഇല്ലാണ്ടാക്കാൻ കുറേ അവസരവാദികൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു നല്ല ഷോണ്. നമ്മൾ ഒരു വ്യക്തി പുറത്ത് എന്തെല്ലാം ആഡംബര ജീവിതത്തിൽ ജീവിക്കുന്നു. എത്ര പിച്ചക്കാർ എത്ര ദരിദ്രനായാലും അവനും വളരെയധികം ആഡംബരമായിട്ടാണ് ജീവിക്കുന്നത്. ആ ആഡംബര ജീവിതത്തിൽ നിന്ന് എല്ലാം ത്യജിച്ചുകൊണ്ട് അവർക്ക് കാശ് കൊടുക്കേണ്ടത് എന്നിരുന്നാലും എങ്ങനെ കുറച്ച് ഗോതമ്പ് പൊടി കൊണ്ടും കുറച്ച് പഞ്ചസാരയും കുറച്ച് മുളക് പൊടിയും കിട്ടി കഴിഞ്ഞാൽ എങ്ങനെ ഒരു ദിവസം ഒരു 100 ദിവസം ഇത്രയും 10-20 ആൾക്കാരെ കൂടെ എങ്ങനെ ജീവിക്കാം, എങ്ങനെ നമുക്ക് ആ ഒരു ജീവിതത്തെ നമ്മൾ സ്പേസ് ചെയ്യാം എന്നൊക്കെ പഠിപ്പിച്ചു വിടുകയാണ് അവിടെ ചെയ്യുന്നത്. നല്ല നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു വിടുകയാണ് ചെയ്യുന്നത്. നമ്മൾക്ക് ഡ്രസ്സ് ഇല്ലാണ്ട് എങ്ങനെ ജീവിക്കാം, മേക്കപ്പ് ഇല്ലാണ്ട് നമുക്ക് എങ്ങനെ ജീവിക്കാം, നമുക്ക് നിത്യോപയോഗ വസ്തുക്കളില്ലാണ്ട് നമ്മൾക്ക് എങ്ങനെ ജീവിക്കാം, 2 ബാത്റൂമും വെച്ചിട്ട് 10-18 ആൾക്കാർ അവിടെ എങ്ങനെ ബാത്റൂമിൽ പോയി കാര്യങ്ങൾ നടത്തി എങ്ങനെ ജീവിക്കാം, ഇതൊക്കെയാണ് അവിടെ പഠിപ്പിക്കുന്നത്. അതുമല്ല ഈ 18 ആൾക്കാരും 19 ആൾക്കാരായാലും അവർ 100 ദിവസം കഴിഞ്ഞ് 5 ആളെ 10 ആളെ പുറത്തിറങ്ങുമ്പോൾ അവരെല്ലാ രോഗങ്ങളും മാറിയിട്ടുണ്ടാവും. അവരെ കൊളസ്ട്രോൾ മാറിയിട്ടുണ്ടാവും. അവരെ ചിലപ്പോൾ പ്രഷർ കൂടിയിട്ടുള്ള ആൾക്കാരെന്ന് വെച്ചാൽ പ്രഷർ കൂടാൻ സാധ്യത കൂടുതല. തല്ലൂടും ബഹളൊക്കെ നടക്കണതിന് ചിലപ്പോൾ പ്രഷർ ചിലപ്പോൾ കൂടിയെന്ന് വരും. പക്ഷെ അതൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ പ്രഷർ നമുക്ക് കുറയുക ചെയ്യുക, കൂടുകയല്ല ചെയ്യുക. ഇതൊക്കെ ഒരു രസമാണ്. പക്ഷേ ഇവരൊക്കെ പുറത്തിറങ്ങുമ്പോൾ ഇവരെല്ലാവരും സുഹൃത്തുക്കളാണ്. ഇവരൊക്കെ എത്ര സ്ഥലത്ത് മീറ്റപ്പ് നടത്തുന്നു, ഇവരൊക്കെ വളരെ ഹാപ്പി ആയിട്ട് നടക്കുന്നു, ഇവരൊക്കെ സിനിമയിൽ അഭിനയിക്കുന്നു, സീരിയലിൽ അഭിനയിക്കുന്നു, TV ഷോകളിൽ വരുന്നു. അപ്പോൾ ഭയങ്കര ഒരു ഹാപ്പി അല്ലേ അതൊക്കെ. പിന്നെ അവർ ജീവിതം ബിഗ് ബോസിൽ വന്ന അവർ ജീവിതം മൊത്തത്തിൽ മാറുക. നമ്മുടെ കേരള ലോട്ടറി കിട്ടുന്ന പോലെയാണ്. അവർക്കത് ലോട്ടറിയാണ്. അതൊരു 10-20 ആൾക്ക് കിട്ടിയോട്ടെ. അതിനെന്തിനാ ഈ പരിസരവാദികളും മറ്റുള്ള ആൾക്കാരും ഈ ബിഗ് ബോസിൻ്റെ അടുത്ത് കല്ലെറിയണമെന്ന് ഞാൻ ചോദിക്കുന്നത്. ബിഗ് ബോസിനെ കല്ലെറിയേണ്ട ഒരു ആവശ്യമില്ല. നമ്മുടെ ഇപ്പോൾ കേരളത്തിലെ എല്ലാ TV ഷോകളിലും മികച്ചു നിൽക്കുന്നത് ഈ ബിഗ് ബോസ് തന്നെയാണ്. ഈ മുമ്പ് തന്നെ ഈ കണ്ണീർ സീരിയൽ അതാണ് ആദ്യം എടുത്ത് മാറ്റേണ്ടത്. എത്ര വൃത്തികേടുകളൊക്കെ അതിൽ കാണിക്കുന്നതും ചെയ്യുന്നതൊക്കെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ബിഗ് ബോസൊക്കെ എത്ര രസകരമായുള്ള ഒരു മാന്യമായുള്ള പരിപാടിയാണ്. പിന്നെ കുറച്ച് ബിഗ് ബോസിൻ്റെ ഉള്ളിൽ വരുന്ന ആൾക്കാർക്ക് കുറച്ച് അസൂയ കുശുമ്പ് നമ്മൾ ജയിക്കണമെന്നുണ്ടാവും, ഒപ്പം തർക്കിക്കുന്നവരെ മേൽ തർക്കിക്കുന്നുണ്ടാവും. അത് ലൈഫാണ്, അത് ലൈവാണ്. അല്ലാണ്ട് ഈ കണ്ണീർ സീരിയൽ കാണിക്കുന്ന പോലെയുള്ള തട്ടിപ്പല്ല അത്. അപ്പോൾ അതുകൊണ്ട് ബിഗ് ബോസിൻ്റെ മെക്കട്ടയ്ക്ക് കല്ലെടുത്തെറിയണ്ട. ബിഗ് ബോസ് നമുക്ക് എല്ലാവർക്കും എൻ്റർടൈൻമെൻറ്റ് ഷോ ആണ്. അത് എല്ലാ കൊല്ലം തൃശ്ശൂർ പൂരം പോലെ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നാളത്തെ വോട്ടിംഗ് പാറ്റേണായിട്ട് വീണ്ടും വരാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.